ഇല്ല പറയാം, എനിക്കൊന്നും മനസ്സിലായില്ല. എവിടെയും കാണാത്ത തരത്തിലുള്ള പടം, ഒരു ജോണറിൽ പെടാത്ത പടം, പഴയ ഫോട്ടോഗ്രാഫറിൻ്റെ അവസ്ഥ വരാതിരുന്നാൽ മതി. പിന്നെ വലിയ ഗ്യാരണ്ടിയൊന്നും എനിക്ക് ഇന്നുള്ള തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ അറിയാം എങ്ങനെയിരിക്കും പടം. പിന്നെ പരീക്ഷണ ചിത്രമാണ്, എക്സ്പെരിമെൻ്റൽ ഫിലിമാണ്. ലിജോയുടെ പടമാണ്. ലിജോ എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന ആളാണ്. ലാലേട്ടൻ എന്തുകൊണ്ട് ഡേറ്റ് കൊടുത്തത് എനിക്കറിയില്ല. ഇത് ഫിലോസോഫിക്കൽ സ്പിരിച്വൽ അങ്ങനെ ജോണർ ചെയ്ത ഫിലിമാണ്. ഈ ഫാൻസിയാർ പോയ മാസം പ്രതീക്ഷിച്ച് പോയി അവസാനം മാസം ഉണ്ടാവാൻ പോകുന്നില്ല. അവസാനം ഒടിയൻ്റെ അവസ്ഥ വരാതിരുന്നാൽ മതി. കാണാത്ത ജോണ്ടറാണ്, സ്പിരിച്വൽ ഫിലോസഫിക്കൽ ജോണ്ടർ പറയണം. പല ലാംഗ്വേജിലേക്ക് ഡബിൾ ചെയ്യുന്നുണ്ട്. പ്രൊഡ്യൂസറിനെ കാശ് കിട്ടും 1300 ദിവസം, അത്രയേ ഉള്ളൂ. പിന്നെ ഇപ്പൊ പടപ്പൊരു ഓവർ ഹൈപ്പിലാണ് നിൽക്കണം, അതൊരു വിഷയമായിട്ട് വരുമോ? ഓവർ ഹൈപ്പ് ഉണ്ട്, ഹൈപ്പ് വേണം. കാരണം ബിഗ് ബഡ്ജറ്റ് പടങ്ങൾക്ക് 1300 ദിവസം കളക്ട് ചെയ്യണമെങ്കിൽ ഹൈപ്പ് വേണം. പടം പ്രൊഡ്യൂസറിന് കാശ് കിട്ടുന്നുണ്ടേ, പ്രൊഡ്യൂസറിന് കാശ് വേണ്ട. പടം എങ്ങനെ വരുമെന്ന് അറിയില്ല. ഇപ്പം നേരെ നേരത്തെ നല്ല പടമായിട്ട് പോരാണ് ആൾക്കാർ പറയുന്നു. നേരെ സാധനം കൂടി ഇത് എങ്ങനെ തിയേറ്റർ വരുമ്പോൾ പറയാൻ പറ്റില്ല. ഇപ്പോൾ പണ്ടെന്നാണെങ്കിൽ ലാലേട്ടൻ്റെ പടം പറഞ്ഞാൽ നമുക്കൊരു ഗ്യാരണ്ടി ആയി കണ്ണും പൂട്ടി പോയി കാണാൻ. ഇപ്പോൾ മമ്മൂട്ടിയുടെ പടമാണ് അങ്ങനെ പോയി കാണാൻ പറ്റില്ല. ഫാൻസുകാർക്ക് പറഞ്ഞാൽ ഇഷ്ടപ്പെടില്ല. പക്ഷെ ഉള്ള സത്യം ഇതാണ്, ഉള്ള സത്യം ഇതാണ്. എവിടെയും ഇതുവരെ വരാത്ത ജോണ്ടറാണെന്നൊക്കെയാണ് പറയുന്നത്. പരീക്ഷണ ചിത്രമാണ്, ഒരു പരീക്ഷണ ചിത്രമാണ്. ലിജോയുടെ ഒരു പരീക്ഷണ ചിത്രം. എങ്ങനെ വരുമെന്ന് അറിയില്ല. ഇതിപ്പോ തിയേറ്റർ കുലുങ്ങും തൂണക്കളകും എന്നൊക്കെയാണ് പറയുന്നത്. കുലുങ്ങിനെ എന്നോ ഓൺ ചെയ്തു പറഞ്ഞു തിനി പാപ്പത്തിൽ പറഞ്ഞ ബുക്കി പറയുന്നല്ലേ. ലാലേട്ടൻ തന്നെ അത് ഉറപ്പില്ല. പുള്ളിന്ന് പറയണ്ടായില്ലേ അങ്ങനെ കുലുങ്ങിന് എന്നോട് വന്ന് പരാതി പറയാറുണ്ട്. എനിക്കറിയില്ല എങ്ങനെ വരുമോ. ഇതുവരെ കാണാത്ത ജോണ്ടറാണ്. ഇപ്പം ഡബിൾ ബാരലല്ല, ലിജോയുടെ ഡബിൾ ബാരല ഫ്ലോപ്പായതാണ്. ലിജോയുടെ എല്ലാ പടവും ഇഷ്ടമൊന്നല്ല. ലിജോയുടെ ഇഷ്ടമുള്ള പടങ്ങളാണ് ചെയ്യുന്നത്. പടം ഒരു 500 കോടി ക്ലബ് അടിക്കാൻ സാധ്യതയുണ്ടോ? എനിക്കറിയില്ല. ഞാനൊന്നും പറയില്ല. അപ്പോൾ അവസാനം റിലീസ് ചെയ്യുമ്പോൾ തിയേറ്ററിലോട് പടം കാണുമ്പോൾ പറയാൻ പറ്റില്ല. ചിലപ്പോൾ വളരെ നല്ല പടമായിരിക്കും. എനിക്ക് ക്ലീശ ആയിരിക്കില്ല, ക്ലീശ ഉണ്ടാവില്ല. ഇതുവരെ കാണാത്ത കാര്യങ്ങളായിരിക്കും. പിന്നെ എങ്ങനെ ബോക്സ് ഓഫീസ് വിജയം പറയാൻ പറ്റില്ല. എങ്ങനെയാണ് എന്തായാലും 1300 ദിവസം കളക്ഷൻ ഉണ്ടാവും. പ്രൊഡ്യൂസറിന് കാശ് കിട്ടും. ഒരു അമാനുഷിക കഥാപാത്രമായിട്ട് തോന്നുന്നുണ്ടോ ലാലേട്ടനെ കണ്ടിട്ട്? അമാനുഷന്നല്ലേ, ഇത് ഒടിയൻ്റെ അവസ്ഥ ഇടാന്നാ മതി. ഒരുപാട് കഷ്ടപ്പെട്ടെടുത്ത് ഫിലിമാട്ടോ. ലിജു ആണെങ്കിലും മോഡലാണെങ്കിലും രാജസ്ഥാനിൽ ഷൂട്ട് ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ടെടുത്ത് പടമാണ്. എങ്ങനെ വരുമെന്ന് അറിയില്ല. ലാലേട്ടൻ പടമായതുകൊണ്ട് ഒരു ഇതിൻ്റെ ട്രെയിലറിൽ കണ്ടപ്പോൾ ഒരു എന്താണ് ബിനാലിയിലെ ഒരു ആർട്ട് ഫോമിൽ കണ്ടുപോലെയാണ്. എവിടെയും കാണാത്തൊരു അനുഭവം. ഈ ഫസ്റ്റ് ഇതെന്തോ ഒരു നമുക്ക് ഇമാജിൻ ചെയ്യാം, നമ്മളുടെ ഇമാജിനേഷൻ വിട്ടിരിക്കുക. പ്രത്യേക ടൈം അങ്ങനൊന്നും ഇല്ലാതെ എനിക്കറിയില്ല പടം എങ്ങനെ വരുമോ. മമ്മൂട്ടിയുടെ പടമാണെങ്കിൽ നമുക്ക് ന്യൂസിന് ഉറപ്പോടെ പോയാൽ ഫസ്റ്റ് ഡേ പടം കാണുമോ? ഇവിടെ നിന്ന് വന്ന് കാണില്ല. ഇവിടെ കാണുന്ന അടി ഉറപ്പാണ്. എവിടെ കാണാൻ? ഫസ്റ്റ് ഷോ കാണോ? ഇവിടെ നിന്ന് കാണില്ല. ഫാൻസുകാർക്ക് ഭയങ്കര ദേഷ്യാണ്. ഞാനും ചെയ്താൽ വന്നാൽ ഭയങ്കര പണിയാണ്. ഞാൻ ഇവിടെ നിന്ന് കാണില്ല. ശരി.